ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നിക്ഷേപ ലോകത്തെ അതികായനായ ചക്ക് അക്രയുടെ ചില വിലയേറിയ തത്വങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ നിക്ഷേപമെന്നത് പലപ്പോഴും ഒരു ചൂതാട്ടമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ സമീപിച്ചാൽ അതൊരു കലയാണ്, ക്ഷമയും വിവേകവും ആവശ്യമുള്ള ഒരു കല. ചക്ക് അക്രയുടെ വാക്കുകളിലൂടെ നമുക്ക് ആ കലയെ കൂടുതൽ അടുത്തറിയാം. ചക്ക് അക്രെ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ സ്ഥാപകൻ. അമേരിക്കൻ നിക്ഷേപ ലോകത്ത് അദ്ദേഹം ഒരു ഇതിഹാസമാണ്. സാധാരണക്കാരായ നിക്ഷേപകരെ പ്രചോദിപ്പിക്കുന്ന ലളിതമായ തത്വങ്ങളിലൂടെ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ഗുരു. അദ്ദേഹം ഒരു സാധാരണക്കാരനായി ജീവിതം തുടങ്ങി കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും നിക്ഷേപ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ നിക്ഷേപ തന്ത്രം തികച്ചും വ്യത്യസ്തമാണ്. അളവിലല്ല, ഗുണത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 3 കാലുകളുള്ള സ്റ്റൂൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ തത്വം ദീർഘകാല വിജയത്തിനായി അദ്ദേഹം ഉപയോഗിക്കുന്ന 3 അടിസ്ഥാന ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഈ തത്വങ്ങൾ കാലാതീതമാണ്. ഏത് നിക്ഷേപകനും അവ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ വിപണിയിലും ഈ തത്വങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെയും പെട്ടെന്ന് പണമുണ്ടാക്കാം എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന പലരുമുണ്ടാകും. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചക്ക് അക്രയുടെ തത്വങ്ങൾ ഒരു വഴികാട്ടിയാണ്. ആദ്യമായി ഉയർന്ന നിലവാരമുള്ള ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുക. ഇതാണ് അക്രയുടെ ആദ്യത്തെ തത്വം. നമ്മുടെ നാട്ടിലെ നല്ല കമ്പനികളെക്കുറിച്ച് ചിന്തിക്കുക. ശക്തമായ ബിസിനസ് മോഡലുകളും സുസ്ഥിരമായ മത്സര നേട്ടങ്ങളുമുള്ള കമ്പനികളിലാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഉയർന്ന വരുമാനമുള്ള ഇക്വിറ്റി അഥവാ ROE ഉള്ള കമ്പനികൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവയാണ്. കടമില്ലാത്ത ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കമ്പനികൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. രണ്ടാമതായി, ശക്തമായ മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കമ്പനിയുടെ വിജയത്തിൽ മാനേജ്മെന്റിന്റെ പങ്ക് വളരെ വലുതാണ്. സത്യസന്ധവും സമർപ്പിതവും ആത്മാർത്ഥവുമായ ഒരു മാനേജ്മെന്റ് ഒരു കമ്പനിയെ എവിടേക്ക് വേണമെങ്കിലും എത്തിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുടുംബ ബിസിനസ്സുകൾ കാണാറുണ്ട്. അവിടെ കുടുംബത്തിലെ മുതിർന്നവരുടെ പരിചയസമ്പത്തും നേതൃത്വ പാടവവും ബിസിനസിനെ മുന്നോട്ട് നയിക്കുന്നു. കഴിവുകൾ മാത്രമല്ല, ഓഹരിയുടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മാനേജർമാരെയാണ് അക്രെ ഇഷ്ടപ്പെടുന്നത്. നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, ധാർമ്മിക മൂല്യങ്ങളുള്ള മാനേജ്മെന്റാണ് വിജയത്തിനടിസ്ഥാനം. മൂന്നാമതായി, പുനർനിക്ഷേപ അവസരങ്ങളിൽ ഊന്നൽ നൽകുക. ലാഭവിഹിതമായി പണം നൽകുന്നതിനുപകരം കമ്പനിയുടെ ഭാവി പദ്ധതികളിൽ ലാഭം വീണ്ടും നിക്ഷേപിക്കുന്ന കമ്പനികളെയാണ് അക്രെ ഇഷ്ടപ്പെടുന്നത്. ഇത് കമ്പനിയുടെ വളർച്ചയുടെ സൂചനയാണ്. നമ്മുടെ നാട്ടിൽ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും ലാഭം വീണ്ടും നിക്ഷേപിച്ച് വളരാൻ ശ്രമിക്കുന്നു. ഇത്തരം കമ്പനികൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലാഭം പുനർനിക്ഷേപിക്കുന്ന കമ്പനികൾ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്തരം കമ്പനികളെ വളർച്ചാ ഓഹരികൾ എന്ന് വിളിക്കുന്നു. അതേസമയം ലാഭവിഹിതം നൽകുന്ന കമ്പനികളെ ഡിവിഡന്റ് ഓഹരികൾ എന്ന് വിളിക്കുന്നു. വളർച്ചാ പുനർനിക്ഷേപം ഭാവിയിലെ വളർച്ചയ്ക്കും ഓഹരിയുടമകളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. നാലാമതായി, ക്ഷമയും ദീർഘകാല മനോഭാവവും. അക്രയുടെ നിക്ഷേപ തന്ത്രത്തിന്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് ക്ഷമയാണ്. നമ്മുടെ നാട്ടിൽ പലരും പെട്ടെന്ന് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓഹരി വിപണിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരം. വാറൻ ബഫറ്റിനെ പോലെ നല്ല കമ്പനികൾ വാങ്ങി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുന്നതിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നിക്ഷേപത്തിലെ ക്ഷമ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ താക്കോലാണ്. വിപണിയിലെ ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകളിൽ പ്രതികരിക്കാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അഞ്ചാമതായി, അച്ചടക്കമുള്ള മൂല്യനിർണ്ണയം. ന്യായമായ വിലയ്ക്ക് നല്ല കമ്പനികൾ വാങ്ങുന്നതിലാണ് അക്രെ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഓഹരികളുടെ വില പെട്ടെന്ന് ഉയരാറുണ്ട്. എന്നാൽ അമിതമായ വില നൽകി ഓഹരികൾ വാങ്ങുന്നത് അപകടകരമാണ്. നല്ല കമ്പനികൾക്ക് ന്യായമായ വിലയ്ക്ക് അസാധാരണമായ ലാഭം നൽകാൻ കഴിയും. വില കുറഞ്ഞ മൂല്യനിർണ്ണയത്തിൽ നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. കമ്പനിയുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നേട്ടമുണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദീർഘകാല വളർച്ചയ്ക്ക് സാധ്യതയുള്ള മികച്ച കമ്പനികളെ കണ്ടെത്തുന്നതിലാണ് ചക്കക്രയുടെ നിക്ഷേപ തന്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമ്പത്തിക വിപണികളുടെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് കരകയറാനും ദീർഘകാല സമ്പത്ത് കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിലപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ നിക്ഷേപം ഒരു മാരത്തോൺ പോലെയാണ്, ഒരു സ്പ്രിന്റ് പോലെയല്ല. ക്ഷമയോടെയും വിവേകത്തോടെയും നിക്ഷേപിച്ചാൽ തീർച്ചയായും വിജയം കൈവരിക്കാനാകും. ചക്കക്രയുടെ തത്വങ്ങൾ നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ വെളിച്ചം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും സാമ്പത്തിക സുരക്ഷിതത്വം നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.